ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെന്നാൽ അവന്മാരോടൊക്കെ എവിടെയോ പോകണം, ഞാൻ കാണിച്ചു തരാം. അവന്മാർ ഫ്രണ്ടിൽ നിന്ന് പോകണം, ഞാൻ ബാക്കിൽ നിന്ന് പോകണം. നമ്മൾ പള്ളിയിൽ ഇന്ന് തിരുനാളോടാണ്, അതുകൊണ്ട് പള്ളിയിൽ വൃത്തിയാക്കാൻ ആൾക്കാർ പലരായിട്ട് വൃത്തിയാക്കാൻ വന്നിട്ട് നേരെ പോകണം. ചെറുക്കന്മാരെല്ലാം ഒരു ഹായ് പറയടേ. ഹായ്. നമ്മൾ പോവുകയാണ്, കാണിച്ചു തരാം. ഇവന്മാരെല്ലാം എന്താ പോകണം. ഇവന്മാർ കുളത്തിലോട്ടല്ലേ പോകണം. നമ്മൾ കുളത്തിലോട്ടാണെന്ന് തോന്നണം. എങ്ങോട്ടൊക്കെ പോകണം. നമ്മളിനി പോയി നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മളിന്ന് തിരുനാൾ തുടങ്ങിയാണ്. അങ്ങനെ അതുകൊണ്ട് എല്ലാവരുമായിട്ട് മാസ് കാണിച്ച് നമ്മൾ പോകുന്നു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. പോയിട്ട് കാണിച്ചു തരാം. അവിടെ എവിടെയെങ്കിലും എത്തും. നമ്മൾ എത്തിയിട്ട് നമ്മളെന്തായാലും കാണിക്കും. മാങ്ങ വരയ്ക്കണ്ടേ, മാങ്ങ വരച്ചുകൊണ്ടിരിക്കുകയാണ് വരും. മാങ്ങയുടെ സംഭവങ്ങളെല്ലാം വരച്ച് തീർത്തിട്ടാണ് നമുക്ക് ഇനി മാങ്ങ കഴിച്ചോണ്ട് പോകണം. ചുമ്മാറാ നമ്മളെ വ്ളോഗ് എടുത്ത് നമ്മൾ സെറ്റ് ആക്കണമല്ല. നമ്മളെ പഴയ കാര്യങ്ങൾ അഴവിറക്കുകയാണ്. കുറേ 6-7 മാസം കഴിഞ്ഞാണ് നമ്മൾ ഇവിടെയൊക്കെ പോയിട്ട്. ഇവിടെ എല്ലാം മാറി മറിഞ്ഞ് ഇനി നമ്മൾ പോയി സെറ്റാക്കണം. മാങ്ങയും കടിച്ച് പോവുകയാണ് എല്ലാവരും. തിമിർക്കും സെറ്റാണല്ല. അതുവഴി കയറി പോകണം. നമുക്ക് പോയി സെറ്റാക്കി. ഇപ്പോഴാണ് ഇവിടെ എല്ലാം റബ്ബർ തോട്ടമായിരുന്നത്. ഇപ്പം മരിച്ചിനി കൃഷിയാക്കി. ഇടയ്ക്കിടയ്ക്ക് ഒരു മാങ്ങാടാടേ. ഇനി നമ്മൾ പോകണം. കുളിക്കാൻ വെള്ളം കൊള്ളാമെങ്കിൽ കുളിക്കും. അവിടെ ചെറുക്കാൻ പോയിട്ടുണ്ട്. വീട്ടിൽ കലിപ്പാവെന്ന് പറഞ്ഞു. ഇനി നമ്മളിനി പോകണം, എല്ലാം സെറ്റാക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി അല്ലേ. ഇവിടെ നിന്ന് നേരത്തെ ഇങ്ങനെയല്ലേ, ഫുള്ള് റബ്ബറൊക്കെ ആയിരുന്നു. നല്ല തണൽ. ഇവിടെ റംബൂട്ടാൻ. ഈ റംബൂട്ടാൻ്റെ കാര്യം ഓർമ്മയുണ്ട്. നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കയറണേ. ഇവിടുത്തെ റംബൂട്ടാൻ കാച്ചിരിക്കുകയാണ്. ഇവിടെ ആരുമില്ലാത്ത വളയിൽ നമ്മൾ കയറി സ്കൂളിൽ നിന്ന് വരുമ്പോൾ കയറി അടക്കുമായിരുന്നു മിക്ക ദിവസം. മര്യാദയ്ക്കാണ് സംസാരിക്കണം. നമ്മൾ സെറ്റല്ലേ എല്ലാം. നമ്മൾ പണ്ട് ഇവിടെ എല്ലാം വന്ന് വൈബാക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് കുറച്ച് ദിവസം കൊണ്ട് പുറത്തൊന്നും പോവാതെ ഇവിടെ പോവാതെ നിൽക്കണേ. ഇപ്പം നമ്മളതാ നേരെ പോവുകയാണ്. ഇനി ഇല്ല എന്ത് പറയാൻ പോയി എന്തൊക്കെയാ പറയണം അമ്മമാര്. മറ്റേ ക്യാമറയിൽ പറയാൻ പറ്റുമോ? നമ്മളിനി ഇതാ ഇവിടെയൊക്കെ വയലാണ്. ഇത് ചാടി വേണം ഇനി പോവാൻ. നേരത്തേക്ക് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഫുള്ള് വേനലായതുകൊണ്ടായിരിക്കും. ചെറിയ കനാലല്ലേ. നമ്മളിനി പോകണം. അവിടെ കുറച്ച് പേര് ഇരിക്കണം. നമ്മളിനി വീഡിയോ ഓഫ് ചെയ്തിട്ട് കുറച്ച് പേര് ഇനി പോകാം. അങ്ങനെ തണലെത്തിയിട്ടുണ്ട്. കുറച്ച് ദൂരം വെയിലത്ത് നടന്നിട്ട് ഫുള്ള് തണലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി പോകണം. അപ്പുറം പോകണം. അവിടെയാണ് നമ്മളെ സ്ഥലം. നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അവിടെയൊക്കെ ഒന്ന് കുളിക്കുകയായിരുന്നു. ഇപ്പം എന്താണ് അവസ്ഥയെന്ന് അറിഞ്ഞൂടാ. 6-7 മാസമായില്ലേ പോയിട്ട് നമ്മൾ ശോഷിച്ച് അടക്കുന്നത് ഗൈസ്. ഈ ശോഷിച്ച സ്ഥലം എന്തായാലും പോയി നമുക്ക് ഫൈൻഡ് ചെയ്യണം. ആണ് പരിപാടി. നമ്മൾ വേറെ എവിടെയൊക്കെ പോകാം. പണ്ട് വിചാരിച്ചിട്ടുണ്ടോ ഇതുവഴി വരുമ്പോൾ വീഡിയോ എടുക്കണമെന്ന്. നടന്നുകൊണ്ടിരിക്കാനുണ്ടാ. തണലുള്ള സ്ഥലം, നല്ല അടിപൊളി വ്യൂ. എല്ലാം കണ്ടോളി. വിഷയം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സ്ഥലം. ഇങ്ങനെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയണം ചിലപ്പോൾ കിട്ടൂല. ഞാൻ തിരിച്ച് ക്യാമറ വയ്ക്കാം. അതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു ഗൈസ്. അതാണ് നമ്മളെ സ്പോട്ട്. പക്ഷേ നമ്മൾ അവിടെ എത്തിയില്ല. നമ്മളെത്തുപ്പം അവിടെയാണ് അവന്മാർ നിൽക്കുന്നിടത്താണ് നമുക്ക് പോകാനുള്ളത്. അതായത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നോക്കാം ഗൈസ്. ഞാൻ ഇനി നിൽക്കുന്നേ ഉള്ളൂ. എന്തൊക്കെയാവണം ക്യാമറ. നമ്മളിനി അവിടെ എത്തണം. അവിടെ എത്തിയിട്ട് കാണാം. അവിടെ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇതുവഴിയൊക്കെ ഓടിക്കളിച്ച സ്ഥലമാണ് ഗൈസ്. നമ്മൾ ഇവിടെയൊക്കെ നിറയെ ഓർമ്മകളുള്ള സ്ഥലം. നമ്മൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് കുളിക്കുമായിരുന്നു. ഇവിടെ കിടന്ന് ഇവിടെ അണ കെട്ടിയിട്ട് ഇവിടെ കുളിക്കാൻ. ഇപ്പം കണ്ട ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയകരമായ അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ അഴുക്ക് വെള്ളമായിട്ട് കിടക്കുകയാണ്. നേരത്തെ ഇവിടെ ഒന്ന് കുളിക്കുമായിരുന്നു. നമ്മൾ അങ്ങ് കൂടി നടന്നൊന്ന് അങ്ങ് പോവായിരുന്നു. പിന്നെ ഇവിടെ കൂടി നടന്ന് അങ്ങ് ഒരിടത്ത് പോവായിരുന്നു. എല്ലായിടും ഇപ്പം അഴുക്ക് പിടിച്ച് കിടക്കണം. ഇവിടെ ഇതിനെപ്പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത് ലിന? അത് തന്നെ, ചീത്ത വിളിക്കാതറാ. നീ വൈറലാവും. എന്നെ വൈറലാക്കും.
പുറത്തി ഗൈസ് പുറത്തി എടുത്ത് പച്ചപ്പുറത്തി ഗൈസ് പച്ചപ്പുറത്തി കൊള്ളാം അടിപൊളി പറഞ്ഞ വഴിയിൽ കിട്ടി. ചുണ്ടിലായി കഴിഞ്ഞാൽ ചൊറിയും. ചുണ്ടിലായ ചൊറിയും കേട്ടാ ചൊറിഞ്ഞു വെച്ചോണ്ട് നടന്നാ മതി. പ്രത്യേകിച്ച് രുചിയൊന്നും ഇല്ലെങ്കിലും കൊള്ളാം. ചൊറിയാതിരുന്ന ഭാഗ്യം. കുറച്ച് ഭാഗം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ വിധിക്കില്ല. വീഡിയോ വിധിക്കാതെയാണ് സംസാരിച്ചോണ്ട് പിന്നീടാണ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വീഡിയോ വിധിക്കിയിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീകരം. ഈ വീഡിയോ എടുക്കണം, വീട്ടിൽ പോകണം. ഒരു രണ്ട് പോത്തുകൂട്ടനെ കാണിച്ചു തരാം. പോത്തുകൂട്ടൻ ദാ ഫ്രണ്ടിലേക്കാണ്. പോത്തുകൂട്ടൻ കാണിച്ചു തരാം. ആണ് ഒരു പോത്ത് ഇതാ നിൽക്കുന്നു. ഒന്നതോ അവിടെ നിൽക്കുന്നു, ഒന്നതാ ഇവിടെ നിൽക്കുന്നു. രണ്ട് പോത്തും നിൽക്കുന്നു. ഇല്ല അമ്മ മിച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മിച്ചർ പൊട്ടിച്ചേക്കണം. ഇല്ലടേ വീഡിയോ കുഴപ്പമില്ലടാ. ഒന്നും ആരും ഒന്നും അറിയില്ല. പേടിപ്പിക്കാതെ. വേറെ സൈറ്റില്ല. കുറച്ച് മിച്ചറാടെ മുഴുവനോടെ എടുത്ത് തടിയെ ബാക്കിയാക്കുന്നു. കുറച്ച് ആരെങ്കിലും പറഞ്ഞ കുറച്ച് തീർക്കല്ലേടേ. നമ്മളെ യൂട്യൂബിൽ നമ്മൾ മിച്ചർ കിട്ടിയില്ല. മിച്ചർ നിന്നിട്ട് ഇനി കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ പോകണം. അതാണ് ഇവിടുത്തെ പരിപാടി. ഇട്ടുവിനെ പോത്തിന് ഇട്ട് കൊടുക്കാൻ പോണ്. അനുഗ്രഹിന്റെ ശത്രു എന്ന് പറഞ്ഞിട്ടേ ഇട്ട് പറയാ പോത്ത് തിന്നിട്ടവനെ. നമുക്കൊരു ഇത് അടക്കാൻ പോയാലോ? എന്ത് വേണോ ചെയ്യാം. ഇട്ടുവാ തൂക്കിയിടാ. പാവം അനുഗ്രഹം ഇടിച്ചാ ഇല്ല. കുട്ടുവിന്റെ ചുക്കാമണി എടുത്തോണ്ട് പോവാ. സാധനം ഒന്നും കിട്ടാതെയോ. വലിയ പോത്ത് എങ്ങനെയാണോ തോന്നണ അതിനെ അടിക്കായി? പോത്തിനെ അടിച്ചിങ്ങനെ അച്ഛനാണ് നീ അടിക്കുവോ? അടിക്കോ പറ. കല്ലറി നോട്ട് ചെയ്യുക. പാവം കുഴപ്പമില്ലടാ. വിട്ടോളാ. അത് ആരെ ചവിട്ടിന്ന് എടുക്കുന്നില്ല. അവൻ വരുമ്പോ അവനെ പിച്ച് കീറിയാതെ പിച്ച് കീറണം ആൾക്കാരിക്കണം. ഓ നമുക്ക് തിരിച്ചു പോയാലോ? എന്താ പറയണം? ഓ കൊക്ക ചുറ്റിയാണ് പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ? ചുറ്റിയാണ് പോണത്. അല്ല ചുറ്റിയല്ലേ പോണത്? ചുറ്റിയാണ് നമ്മൾ ഇതുവഴി കയറി അതുവഴി കയറി നമ്മൾ ചുറ്റിപ്പോവും. വയ്യാത്തവന്മാരും മണി 1 മണിയൊക്കെ ആയിക്കാണ്. 1 മണിയായപ്പോൾ പോണുണ്ടേ അത് വഴിയൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു കണ്ടന്റായി. കൂട്ടുകാരന്മാരെ ഫോണിലാണ് ഷൂട്ട് ചെയ്യണമെങ്കിലും നമുക്ക് ഫോണൊന്നും ഇല്ലെങ്കിലും കണ്ടന്റ്. ഇതൊക്കെയാണ് കണ്ടന്റ്. ഇങ്ങനെ പേടിപ്പിക്കാതെടാടേ. നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയാണ് ഫുള്ള് വെയിലത്താണ് ഗൈസ്. എവിടെടാ മീന്? ഞാൻ പറഞ്ഞ വരാലല്ലോ. അത്രച്ചാണ് ഇത്രയുള്ള മീൻ ഗൈസ്. സ്ലോപ്പ് ഇവിടെയാ പോടാ. ഇവിടെ സ്ലോപ്പ് ഞാൻ കമ്പെടുത്തിട്ടുണ്ട്. യുവമാർക്ക് കമ്പെടുക്കാം. ടേയ് നിന്റെ ആരെയും വിളയല്ല അത് കമ്പൂരി എടുക്കാൻ. തടി പിടിച്ച് നമ്മളെ നവീൻ പുള്ളപ്പൊക്കെ എടുക്കാൻ പോണം. ഇത് വലിയ വീഡിയോ ആരും കാണൂലടാ. പേടിക്കണ്ട. ഇല്ല ചിലപ്പോ ഓടിയൂല. എവിടെടാ മീനെടുക്കാൻ പോണേ. ശിവന്മാരൊക്കെ അയ്യോ കുതിര വണ്ടി കളിക്കണം. നോക്ക് മാട് പോലെ വലുതായിട്ട് കുതിര കളിക്കണം. ഞാൻ ഒന്നും ചെയ്യൂലെന്നേ. ഇരുന്ന് നോക്കട്ടെ. കേറ് ഫ്രണ്ടിലോട്ട് കുതിര
സൂപ്പർ ടിങ്ങാണ് ഗൈസ്. വീട്ടിൽ കൊണ്ടുപോവാ ടിങ് ടിങ് ടിങ്. പൊക്കിയെട്. ഫ്രണ്ടിലോട്ട് ഹലോ ഗൈസ്, നിങ്ങളിത് കാണുന്നത് കുതിര സവാരിയാണ്. കൈ നൂത്ത് പിടിടാ, നൂത്തടാ, അവനെ കിട്ടണം. എടുത്തിട്ടുണ്ട്. ഇവിടെ പൊളിക്കുകയാണ് ഗായ്സ്. ഇവിടെ ആട്ടുകയാണ്, കമ്പ് പോണ കാണണം ഗായ്സ്. ഇവിടെ ചാവുകയാണ്. ഏറ്റവും ബാക്കിൽ തക്കാളിയാണ്, എൻ്റെ ബാക്കിൽ നമ്മളെ വ്ളോഗറാണ്, എൻ്റെ ഫ്രണ്ടിൽ അശ്വിനാണ്, എൻ്റെ ഫ്രണ്ടിൽ അനുഗ്രഹമാണ് ഗായ്സ്. ഇതെല്ലാവരും ഇറങ്ങാൻ പോവുകയാണ്. ഇതാ നവീൻ വിരുന്നു, വ്ളോഗർ വിരുന്നു. അശ്വിന പാത്രം ഇട്ട് ആട്ടുകയാണ് ഗായ്സ്. ലിനോയെ കൊല്ലുന്നു ഗായ്സ്. ലിനോമാര് കാണിക്കണുണ്ടോ കുതിര വണ്ടി കളിക്കുന്നു. കുതിര രണ്ടാട്ടം കൂടി ആട്ടേ. വേണ്ട, നീ കുഴപ്പമില്ല, നീ നമ്മളെ കുട്ടൂനെ ഫ്രണ്ടിൽ കയറുന്നു. കുട്ടൂനെ പിടിച്ച് കയറ്റി ഗായ്സ്. അയ്യോ കുതിര ഗായ്സ്, കുതിര. അങ്ങനെ നമ്മളെ വീഡിയോ അതിൻ്റെ പേയാണ് ഗായ്സ്. അപ്പോൾ ടാറ്റ. ഇനി അടുത്ത വീഡിയോ ഇതേപോലത്തെ കിടലം വീഡിയോസിനായി നമുക്ക് കണ്ടുമുട്ടാം. ബൈ ഗായ്സ്, ബൈ.